ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 3-ാം തീയതി ഈ രാവിലെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുകയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 39-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം വളരെ രസകരമായൊരു അധ്യായമാണ്. കാരണം ദൈവാലയത്തിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി. ദൈവം നൽകിയ പ്ലാൻ പ്രകാരം അതൊക്കെയും ചെയ്തു. അതുകൊണ്ട് ഈ അധ്യായത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെയ്തതായിരിക്കുന്ന പണിയെല്ലാം ഒന്ന് അവലോകനം ചെയ്ത് അത് എത്ര നന്നായി ചെയ്തു എന്ന് നിർണ്ണയിക്കുന്ന ഒരു അധ്യായമാണ്. ഈ അധ്യായത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. അതെന്താണെന്നറിയാമോ? യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. 7 പ്രാവശ്യം ആ പ്രയോഗം ഈ അധ്യായത്തിലുണ്ട്. ദൈവം കൽപ്പിച്ച ഓരോ കാര്യങ്ങൾ, സമാഗമന കൂടാരത്തിൻ്റെ ഫ്രെയിം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ പുറംമുടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് 3 ഭാഗങ്ങളായി ഭാഗിക്കേണ്ടത്, ഓരോ ഭാഗത്തും എന്ത് ഉപകരണങ്ങളാണ് വെക്കേണ്ടത്, ഓരോ ഉപകരണവും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് പറയുകയാണ്. ഓരോന്നും പറഞ്ഞു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു. എത്ര നല്ല ഒരു പ്രയോഗമാണത്. മോശയ്ക്ക് എന്തോ ഒരു സംതൃപ്തി ഉണ്ടായി. അങ്ങനെ ചെയ്തു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവചനത്തിൽ അങ്ങനെ എഴുതി, ആ മനുഷ്യനെക്കുറിച്ച് എഴുതി. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു. മോശ അനുസരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ദൈവം പറഞ്ഞ കാര്യങ്ങളെ ഗൗരവമായി എടുത്ത ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യും, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ തന്നെ ചെയ്യും, അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യും, ഇങ്ങനെ ചെയ്യില്ല. അവിടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകും, ഇവിടേക്ക് പോകില്ല. എല്ലാ കാര്യങ്ങളും ദൈവം പറഞ്ഞതുപോലെ തന്നെ മോശ ചെയ്തു. മോശയുടെ ജീവിതത്തിൽ ഒരൊറ്റ അനുസരണക്കേടേ കാണിച്ചിട്ടുള്ളൂ. ആ അനുസരണക്കേട് തനിക്ക് ഏറ്റവും വലിയ നഷ്ടവും വരുത്തി. വെള്ളം കിട്ടാതെ വന്നപ്പോൾ പാറയോട് കൽപ്പിക്കുകയെന്ന് പറഞ്ഞു. മോശ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം വടിയെടുത്ത് പാറയടിച്ചു. ദൈവം പറഞ്ഞു, നീ ഇസ്രായേൽ ജനതയെ കനാൻ നാട്ടിലേക്ക് നീ വ്യക്തിപരമായി അവരെ നയിക്കുകയില്ല, നീ കനാൻ നാട് പ്രവേശിക്കുകയില്ല, വേണമെങ്കിൽ ഈ മലയിൽ കയറി ഒന്ന് നോക്കിക്കണ്ടോളാൻ പറഞ്ഞു. എന്ത് വലിയൊരു നഷ്ടമാണ്. 7 പ്രാവശ്യം ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞു, യഹോ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു, യഹോ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു, യഹോ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. എന്നിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നപ്പോൾ എന്താണ്? യഹോ കൽപ്പിച്ചതുപോലെ ചെയ്തില്ല, യഹോ കൽപ്പിച്ചതുപോലെ ചെയ്തില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അനുസരണം എന്ന് പറയുന്നത് അതീവ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അനുസരിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ല, അതൊരു ഐച്ഛിക വിഷയമല്ല, അതൊരു നിർബന്ധ വിഷയമാണ്. ലോകത്തിൽ പാപം എങ്ങനെയാണ് വന്നത്? ലോകത്തിൽ പാപം വന്നത് പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ടല്ല, ബൈബിൾ വായിക്കാഞ്ഞതുകൊണ്ടല്ല, സുവിശേഷം പറയാഞ്ഞതുകൊണ്ടല്ല, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാഞ്ഞതുകൊണ്ടല്ല. ലോകത്തിൽ പാപം വന്നത് യഹോവ കൽപ്പിച്ചതുപോലെ ഹവ്വായും ആദമും ചെയ്തില്ല എന്നതുകൊണ്ടാണ്. അവരെപ്പറ്റി ആ പ്രസ്താവന പറയേണ്ടതായിരുന്നു. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ആദവും ചെയ്തു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നാം ഒന്നും പാപമില്ലാത്തവരായിട്ട് ഈ ലോകത്ത് ജീവിച്ചേനെ. പക്ഷേ തിന്നരുതെന്ന് യഹോവ കൽപ്പിച്ചു, ഹവ്വ പറിച്ചു തിന്നു. അതാണ്, തിന്നരുതെന്ന് യഹോവ കൽപ്പിച്ചു, ആദാം തിന്നരുതെന്ന് പറഞ്ഞു, അവൻ തിന്നു. അതിന് ന്യായീകരണം ഭാര്യ തന്നു, നീ തന്ന കൂടെ ഇരിക്കാൻ തന്ന ഭാര്യ തന്നു, അതൊന്നും ന്യായീകരണമല്ല. അനുസരണക്കേടിന് ന്യായീകരണമില്ല. ദൈവം പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം നല്ലവനാണ്. ദൈവത്തിൻ്റെ ഔദാര്യം അനുഭവിക്കുന്ന നാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുവാൻ അനുസരണമുള്ളവരായിരിക്കണം. അനുസരിക്കുന്ന യാഗത്തേക്കാൾ ദൈവത്തിന് പ്രസാദമാണ്. വളരെ വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ദൈവത്തിന് എത്രയോ പ്രസാദമാണ് ദൈവം പറഞ്ഞ ഒരു ചെറിയ കാര്യം അനുസരിക്കുക എന്നുള്ളത്. അനുസരിക്കുന്ന സ്വഭാവം നമുക്കില്ല. മനുഷ്യൻ പാവിയും ചെയ്തതിന് ശേഷം മനുഷ്യൻ പാവിയായി തീർന്നു. പിന്നെ അനുസരിക്കുക എന്നുള്ളതല്ല, അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ദൈവം പറയുന്നതിനെതിരെ മത്സരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. തിരുവചനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അനുസരിച്ചവർ അനുഗ്രഹിക്കപ്പെടാതെ പോയ ഒരു ചരിത്രമില്ല. ദൈവത്തെ അനുസരിച്ചിട്ട് അനുഗ്രഹിക്കപ്പെടാതെ പോയി എന്ന് പറയുന്ന ഒരു ചരിത്രം ബൈബിളിൽ ഒരു മനുഷ്യനെ പറ്റി പോലും നമുക്ക് കാണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം കരുണയുള്ളവനാകയാൽ അനുസരണക്കേട് കാട്ടിയവർക്ക് അവർക്ക് പോലും ദൈവം അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദൈവം അങ്ങനെ ദീർഘക്ഷമയുള്ളവനും മഹാദയുള്ളവനുമാണ്. പക്ഷേ നമുക്കൊരിക്കലും നാം അനുസരണക്കേട് കാട്ടിയിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ നീതി മാത്രമേ നമുക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നോക്കൂ. അനുസരിച്ചവരെ അനുഗ്രഹിക്കുകയും അനുസരിക്കാത്തവരെ ശിക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പൊതുവായ പ്രമാണം. അബ്രഹാം, ദാവീദ്, ശമൂവേൽ, ദാനിയേൽ മുതലായ പഴയ നിയമഭക്തന്മാരും പത്രോസ്, പൗലോസ്, യോഹന്നാൻ മുതലായ പുതിയ നിയമഭക്തന്മാരും അനുസരണം വഴി അനുഗ്രഹം നേടിയവരായ ആളുകളാണ്. അനുസരണം സമർപ്പണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഒരാളെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ
ഞാൻ ആ ആളിന് എന്നെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഇച്ഛയെ അയാളുടെ ഇച്ഛയ്ക്ക് കീഴ്പ്പെടുത്തുകയാണ്. എൻ്റെ സമയത്തെ അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ്. എൻ്റെ എനർജിയെ ആ മനുഷ്യൻ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സമർപ്പണമാണ്. ദൈവത്തെ നാം അനുസരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെന്നാണ്. മോശ ദൈവത്തിന് സമർപ്പിച്ച ഒരു മനുഷ്യനാണ്. ദൈവം പറയുന്നത് കേൾക്കാനായിട്ട് തീരുമാനിച്ചൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ 39-ാമത്തെ അധ്യായത്തിൽ 7 പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞത്, യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു, യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. ദൈവത്തിന് വളരെ പ്രസാദമുള്ള കാര്യമാണ് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്. ദൈവം എത്രയോ നല്ലവനാണ്. തന്നെ അനുസരിക്കുന്നവരെ താൻ ആദരിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ ഔദാര്യം നാം പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കണം. ചില ആളുകൾ ചിന്തിക്കുന്ന ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ്. ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാൻ പറയാം, ദൈവത്തെ അനുസരിക്കുന്നത് പോലെ അനുഗ്രഹീതമായ വേറൊരു കാര്യം ലോകത്തില്ല. കാരണം സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവം തൻ്റെ സർവാധികാരത്തിൽ നമ്മോട് പറയുന്ന കാര്യങ്ങൾ ദൈവം തൻ്റെ സ്നേഹത്തിലാണ് പറയുന്നത്. ദൈവം തൻ്റെ അധികാരം മാത്രം ഉപയോഗിച്ചല്ല, ദൈവം തൻ്റെ സ്നേഹത്തിലാണ്. എല്ലാ കൽപ്പനയുടെയും പിന്നിൽ അധികാരം മാത്രമല്ല, സ്നേഹമുണ്ട്. കൽപ്പന അനുസരിക്കണമെങ്കിലും അങ്ങനെയാണ്, സ്നേഹം വേണം. അതുകൊണ്ടാണ് 10 കൽപ്പനകളെ കർത്താവ് ചുരുക്കി പറഞ്ഞപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക. സ്നേഹമാണ് കൽപ്പനകളുടെ അന്തസത്ത എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ കാണുന്നില്ലെന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നമെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവാലയത്തിൻ്റെ പണിയിൽ ദൈവം മോശയോട് കൽപ്പിച്ചതായിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും അതിൻ്റെ എല്ലാ വിശദീകരണങ്ങളോടുകൂടെ അതനുസരിക്കേണ്ടതുപോലെ 100% വിശ്വസ്തമായിട്ട് മോശ അനുസരിച്ചു. അതുകൊണ്ട് ആ പ്രയോഗം 7 പ്രാവശ്യം ദൈവാത്മാവ് എടുത്ത് പറഞ്ഞു. ഈ 7 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് പൂർണ്ണതയുടെ ഒരു സൂചകമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മോശ ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ചു എന്ന് നമുക്ക് പറയാം. ദൈവം കൽപ്പിച്ചതൊക്കെയും മോശ ചെയ്തു. ദൈവം മോശയെ പൂർണ്ണമായി അനുസരിച്ചു. നമുക്കും അനുസരിക്കാം. ദൈവത്തെ അനുസരിച്ച് നമുക്ക് അനുഗ്രഹം തേടാം. ദൈവത്തെ അനുസരിച്ച് നമുക്ക് ദൈവത്തെ മാനിക്കാം. അപ്പോൾ ദൈവം നമ്മെ മാനിക്കും. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.